ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്സ് തിയറമാണ്. നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോക്സ് തിയറം. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഗ്രീൻസ് തിയറം, സർഫസ് ഇൻ്റഗ്രലും ഡൈവേർജൻസ് തിയറം പഠിച്ചു കഴിഞ്ഞിട്ട് സോഴ്സസ് ആൻഡ് സിങ്സ് നോക്കിയായിരുന്നു. ഇനിയുള്ളതാണ് സ്റ്റോക്സ് തിയറം. Stokes' theorem states that let sigma be a piecewise smooth oriented surface that is bounded by a simple closed piecewise smooth curve C with positive orientation. If the components of the force field f of xyz equal to f of xyz I plus g of xyz j plus h of xyz k are continuous and have continuous first partial derivatives on some open set containing sigma, and if t is the unit tangent vector to C, then integral closed integral over C f dot t ds equal to double integral over sigma curl of dot n cap ds. ഇതാണ് റിസൾട്ട്. സ്റ്റോക്സ് തിയറം പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അത് നമുക്ക് ലൈൻ ഇൻ്റഗ്രലിനെ നമ്മൾ എന്ത് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യും? ഡബിൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റിയിട്ട് ചെയ്യും. അപ്പോൾ സി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ആ ക്ലോസ്ഡ് കർവിൽ എഫ് ഡോട്ട് ടി എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ സർഫസ് ആയി കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു ദാറ്റ് സർഫസ് ഡി എസ്. അപ്പോൾ ഈ റിസൾട്ട് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഈ റിസൾട്ടിൻ്റെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. നമ്മൾ ഈ ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ടി ഡി എസിന് നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ട്. വർക്ക് ഡണ്ണ് എന്തുവായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. അപ്പം സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തും എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ. നമ്മൾ ലൈൻ ഇൻ്റഗ്രലിൻ്റെയാണ് ഫസ്റ്റ് പഠിച്ച ഗ്രീൻസ് തിയറത്തിലുള്ളതും. ഇവിടെ എന്താ? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വർക്ക് ഡൺ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു ദാറ്റ് സർഫസ് ആണ്. നമുക്ക് യൂണിറ്റ് വെക്റ്റേഴ്സ് ഒന്ന് നോക്കാം. എക്സ് വൈ പ്ലെയിനിൽ യൂണിറ്റ് വെക്റ്റർ ഓറിയൻറ്റഡ് അപ്വേഡ് എന്ന് പറഞ്ഞാൽ എൻ ക്യാപ്പ് ഈക്വൽ ടു കെ ക്യാപ്പ് ആണ്. അപ്പം നമ്മളിനി നോക്കുന്നത് എക്സ് വൈ പ്ലെയിനിലെ വൈസ് ജനറൽ ആയിട്ടുള്ള പ്ലെയിൻസിലെ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്താണെന്ന്. യൂണിറ്റ് വെക്റ്റർ ഓറിയൻറ്റഡ് അപ്വേഡ് എന്ന് പറയുന്നത് കെ ക്യാപ്പ്, ഓറിയൻറ്റഡ് ഡൗൺവേഡ് ആണെങ്കിൽ മൈനസ് കെ ക്യാപ്പ് വരും. ഇനി അതുപോലെ വൈ ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ എൻ ക്യാപ്പ് എന്തൊക്കെ വരാം? ഐയും വരാം, മൈനസ് ഐയും വരാം. ഓറിയൻറ്റഡ് അപ്വേഡ് ആണെങ്കിൽ ഐയും, ഓറിയൻറ്റഡ് ഡൗൺവേഡ് ആണെങ്കിൽ മൈനസ് ഐയും. ഇനി അതുപോലെ എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ എന്ത് വരും? എൻ ക്യാപ്പ് ഈക്വൽ ടു ജെ ആൻഡ് എൻ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് ജെ. അപ്പം ഇത് എക്സ് വൈ പ്ലെയിൻ, വൈ ഇസഡ് പ്ലെയിൻ, എക്സ് ഇസഡ് പ്ലെയിൻ. എക്സ് വൈ ആണെങ്കിൽ കെ, വൈ ഇസഡ് ആണെങ്കിൽ ഐ, എക്സ് ഇസഡ് ആണെങ്കിൽ ആരാണ് അതില്ലാത്തത്? ജെ. ഓക്കെ. ഇനി നെക്സ്റ്റ് സിഗ്മ ബി എ സർഫസ് ഓഫ് ദ ഫോം ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് കോമ y z equal to g of x comma y and oriented upward, then n cap equal to dou z by dou x I minus dou z by dou y j plus k. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണേ. നമുക്ക് യൂണിറ്റ് വെക്ടർ ചെയ്യുന്നിടത്ത് ചെയ്യേണ്ടത് എൻ ഇസഡ് ഈക്വൽ ടു ഏത് ഫോമിൽ? ജി ഓഫ് എക്സ് വൈയും ആൻഡ് ഓറിയൻറ്റഡ് അപ്വേഡ് ഓറിയൻറ്റഡ് ആണെങ്കിൽ എൻ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ ക്യാപ്പ്. ഇനി അതുപോലെ തന്നെ ഓറിയൻറ്റഡ് ഡൗൺവേഡ് ആണെങ്കിൽ എൻ ക്യാപ്പ് ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ. അപ്പം ഇസഡ് ഈക്വൽ ടു ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിലാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് ബൈ ഡോ വൈ. അതുപോലെ നമുക്ക് ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, അതുപോലെ എക്സ് ഈക്വൽ ടു അങ്ങനെയൊക്കെ വരാം. അതനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ where f equal to x minus 2yi plus y minus zj plus z minus xk, where c is the circle x square plus y square equal to a square in the xy plane with counter clockwise orientation looking down the positive z axis. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട് ഫസ്റ്റ് നമ്മൾ അതിനകത്ത് എഫും എൻ ക്യാപ്പ് എന്താണെന്ന് അറിയണം. അപ്പം സ്റ്റോക്സ് തിയറം ആണെങ്കിൽ എന്ത്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പോൾ ഫസ്റ്റ് കേൾ എഫ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എഫ് ആര എക്സ് മൈനസ് 2yi പ്ലസ് വൈ മൈനസ് ഇസഡ് ജെ പ്ലസ് ഇസഡ് മൈനസ് എക്സ് കെ. ദെൻ കേൾ എഫ് ഈക്വൽ ടു
ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇനി എഫിൻ്റെ ഓരോ ഐ ജെ ഐൻ്റെ കോഎഫിഷ്യൻസ് എഴുതണം. എക്സ് മൈനസ് 2y വൈ മൈനസ് ഇസഡ് ഇസഡ് മൈനസ് എക്സ്. ഇനി നമുക്ക് കേൾ ഫൈൻഡ് ചെയ്യാം. ദറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ ഉള്ള റോയും കോളവും പോയിട്ട് ബാലൻസിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് മൈനസ് എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആരിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? വൈയിൽ. ഇതിൽ വൈ ഉള്ള ടേം ഉണ്ടോ? ഇല്ല. ഇത് രണ്ടും എന്താ? കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ മൈനസ് ഇസഡ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0 മൈനസ് ഇസഡിൻ്റെ എന്ത് വരും? 1. അപ്പോൾ -1 മൈനസ് ജെ ഇൻറ്റു ജെ ഉള്ള റോയും കോളവും പോയി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് മൈനസ് എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസഡ് കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ -1 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് മൈനസ് 2y. എക്സും വൈയും വിത്ത് റെസ്പെക്ട് ടു ഇസഡിലെ കോൺസ്റ്റൻസ്, ഡെറിവേറ്റീവ് എന്താവും? 0 പ്ലസ് കെ ഇൻറ്റു വരുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ മൈനസ് ഇസഡ്. വൈ മൈനസ് ഇസഡ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡെറിവേറ്റീവ് 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ് 0 മൈനസ് എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ആകുമ്പോൾ 2y. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 2. ആ മൈനസും കൂടെ എന്തായി? +2. അപ്പോൾ എന്ത് കിട്ടി? ഐ പ്ലസ് ജെ പ്ലസ് 2k. അതാണ് എന്ത്? കേൾ ഓഫ്. ഇനി എൻ ക്യാപ്പ് വേണം. എൻ ക്യാപ്പ് എന്താ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സി എന്ന് പറയുന്നത് എന്താ? സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ലുക്കിംഗ് ഡൗൺ ദ പോസിറ്റീവ് ഇസഡ് ആക്സിസ്. ഏത് പ്ലെയിനാ? എക്സ് വൈ പ്ലെയിനിൽ ലുക്കിംഗ് ഡൗൺ ദ പോസിറ്റീവ് ഇസഡ് ആക്സിസ്. അപ്പോൾ എന്ത് വരും? എൻ ക്യാപ്പ് ഈക്വൽ ടു കെ. ലുക്കിംഗ് ഡൗൺ ദ പോസിറ്റീവ് ഇസഡ് ആക്സിസ്. അപ്പോൾ എന്ത് വന്ന്? എൻ ക്യാപ്പ് ഈക്വൽ ടു കെ. ദെൻ കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഫൈൻഡ് ചെയ്യണം. കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് എന്ത് വരും? ഐ പ്ലസ് ജെ പ്ലസ് 2k ഇൻ ഡോട്ട് കെ. അപ്പോൾ ഐ ഡോട്ട് ഐ 0 ആയി, ജെയുടെ കോഎഫിഷ്യൻറ്റ് 0 ആയി. ഇവിടെ എന്ത് വരും? 2k ഡോട്ട് കെ ആകുമ്പോൾ 2. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ ആണല്ലോ? കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. കേൾ എഫ് ഡോട്ട് എൻ എന്ത് വന്ന്? 2 വന്ന്. ഇനി നമ്മളിവിടുത്തെ സർഫസ് ആരാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ സർക്കിളാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഏതിലോട്ട് മാറ്റിയിട്ട് ചെയ്യും? പോളാർ ഫോമിലോട്ട് മാറ്റിയിട്ട് ചെയ്യും. പോളാർ ഫോമിലോട്ട് മാറ്റുവാണെങ്കിൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ? സർക്കിളിൻ്റെ പോളാർ ഫോമിലോട്ട് മാറ്റുമ്പം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പം ആർ എവിടെ നിന്ന് എവിടെ വരെ വേരി ചെയ്യും? ആർ വേരീസ് ഫ്രം 0 ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പം ആർ വേരീസ് ഫ്രം 0 ടു എ. ആൻഡ് തീറ്റ, സർക്കിളിൽ തീറ്റ എവിടെ നിന്ന് എവിടെ വരെ? 0 ടു 2π. അപ്പോൾ നമ്മൾ എക്സ് വൈ മാറ്റിയിട്ട് അവിടുത്തെ ലിമിറ്റ് ആറിലേക്ക് കൊടുക്കുന്ന ആറിലും തീറ്റയിലോട്ടും. അപ്പം ഡി എക്സ് ഡി വൈ എന്താവും? ആർ ഡി ആർ ഡി തീറ്റ. ഓക്കെ. ദെൻ ഇൻ്റഗ്രൽ 0 ടു 2π, ഇൻ്റഗ്രൽ 0 ടു എ 2r dr d തീറ്റ. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടോ? ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് വരും. കേൾ എഫ് എന്ന് പറയുന്നത് 2ds ആണ്. അപ്പം ഡി എസ് മാറിയിട്ട് ഡി എക്സും വൈയിലോട്ട് മാറ്റുമ്പോൾ ഡി എക്സ് ഡി വൈ ആവും. ഡി എക്സ് ഡി വൈ ആണ് ആര്? ആർ ഡി ആർ ഡി തീറ്റ. ഇതാണ് ആര്? ഡി എക്സ് ഡി വൈ. അപ്പം 2 ഡി എക്സ് ഡി വൈ എന്താവും? ആർ ഡി ആർ ഡി തീറ്റ. ലിമിറ്റ് 0 ടു 2π 0 ടു. അപ്പം 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2π വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ആറിന് ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 ടു എ. അപ്പോൾ എന്താവും? എ സ്ക്വയർ ബൈ 2 ക്യാൻസൽഡ്. അപ്പം എ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി തീറ്റ തീറ്റ ലിമിറ്റ് 0 ടു 2π. അപ്പം 2π എ സ്ക്വയർ. ഓക്കെ. ദിസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 2π എ സ്ക്വയർ. Next question, use Stokes theorem to evaluate integral over c f dot dr where f equal to 2x plus y minus 2z into I plus 2x minus 4y plus z square j plus x minus 2y minus z square k, and c is the circle with the center 0, 0, 3 and radius 5 units in the പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 3. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കേൾ എഫ് ഫൈൻഡ് ചെയ്യാം. കേൾ എഫ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. എഫ് എന്ന് പറയുന്നത് 2x പ്ലസ് വൈ മൈനസ് 2z 2x മൈനസ് 4y പ്ലസ് ഇസഡ് സ്ക്വയർ എക്സ് മൈനസ് 2y മൈനസ് ഇസഡ് സ്ക്വയർ. ദറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ്. ഡോ ബൈ ഡോ വൈ എടുക്കുമ്പോൾ ഇതെന്താവും? 0 ആവും. എക്സിൻ്റെ അത് 0 ആവും. -2y എടുത്ത് -2 മൈനസ് ഇസഡ് സ്ക്വയറിന് എന്താവും? 0
മൈനസ് ഡോ ബൈ ഡോ എക്സ് സെഡ്. ഇസഡ് ഇല്ലാത്തതെല്ലാം എന്ത് എഴുതുമോ? 0. ഇസഡ് ഉള്ളതിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക 2z. അപ്പോൾ എന്തായി? -2 മൈനസ് 2z ആണേ. -2 മൈനസ് 2z മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ദിസ്. ഇതിൻ്റെ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് ഡെറിവേറ്റീവ് ഫസ്റ്റ് മാത്രമേ ഡെറിവേറ്റീവ് വരും 1 മൈനസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇതിൻ്റെ 2 0 ആവും. ഇവിടെ എന്ത് വരും? -2. ഇപ്പം -+2 പ്ലസ് കെ ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x ഡെറിവേറ്റീവ് 2 4y എന്താവും? 0. ഇത് 0. അപ്പോൾ 2 മൈനസ് ഇത് വിത്ത് റെസ്പെക്ട് ടു y 2x 0 വൈയുടെ എന്താവും? 1. അപ്പോൾ 2 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടി? i ഇൻറ്റു മൈനസ് ഓഫ് 2 + 2z ഇൻറ്റു i മൈനസ് 3j പ്ലസ് കെ. ഓക്കെ. ദെൻ എൻ ക്യാപ്പ് ഇവിടെ എന്ത് വരും? ഏത് പ്ലെയിനിലാണ് പറഞ്ഞേക്കുന്നത്? ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 3. ഇസഡ് പ്ലെയിനാകുമ്പം എന്താ? ഇസഡ് സി ഇസ് ദ സർക്കിൾ ഇൻ ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 3 ആൻഡ് റേഡിയസ് 5 യൂണിറ്റ്സ് ഇൻ ദ ഇസഡ് പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 3. ദെയർഫോർ എൻ ക്യാപ്പ് ഈക്വൽ ടു കെ. കേൾ എഫ് ഡോട്ട് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് 2x പ്ലസ് 2 + 2z i മൈനസ് 3j പ്ലസ് കെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടും. ദെൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 1 ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ദ സർക്കിൾ. x² + y² ഈക്വൽ ടു 25. മനസ്സിലായോ? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി എ. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആ. കേൾ എഫ് ഡോട്ട് എന്ന് പറയുന്നത് 1 വന്ന്. അപ്പം ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 1 ഡി എ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സർക്കിൾ x² + y² ഈക്വൽ ടു 25. ദാറ്റ് ഇസ് ഈക്വൽ ടു സർക്കിളിൻ്റെ ഏരിയ എന്താ? പൈ r². 25 ആയിട്ട് റേഡിയസ് എത്ര? 5 വരും. അപ്പോൾ പൈ ഇൻറ്റു 25² ദാറ്റ് ഇസ് ഈക്വൽ 5². ദാറ്റ് ഇസ് ഈക്വൽ ടു 25 പൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വെയർ എഫ് ഈക്വൽ ടു എക്സ് വൈ ഐ പ്ലസ് വൈ സെഡ് ജെ പ്ലസ് എക്സ് സെഡ് K, where C is the triangle in the plane x plus y plus z equal to 1 with vertices 1 0 0 0 1 0 and 0 0 1 with a counterclockwise orientation looking from the first octant toward the origin. അപ്പോൾ ഇവിടുത്തെ എഫ് ആരാ? എക്സ് വൈ ഐ പ്ലസ് വൈ ഇസഡ് ജെ പ്ലസ് എക്സ് ഇസഡ് കെ. അപ്പോൾ നമ്മൾ കേൾ എഫ് അതിൻ്റെ നിന്ന് കേൾ എഫ് ഇക്വൽ ടു ഡിറ്റർമിൻ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ വൈ ഡോ ഇസഡ് എക്സ് വൈ വൈ ഇസഡ് എക്സ് ഇസഡ് ദാറ്റ്സ് ഇക്വൽ ടു ഐ ഇൻറ്റു എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ് ആകുമ്പം ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് 2 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 മൈനസ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ എന്താവും? വൈ ഇസഡിനകത്ത് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 വൈ അപ്പോൾ മൈനസ് വൈ മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ്. എക്സ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് വൈ. അതെന്താവും? അവിടെ ഇസഡ് ഇല്ല. അപ്പോൾ 0 പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ഇസഡ്. അവിടെ എക്സ് ഇല്ല. 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഐ മൈനസ് ഇസഡ് ജെ മൈനസ് എക്സ് കെ. അപ്പോൾ കേൾ എഫ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? എൻ ക്യാപ്പ് വേണം. എൻ ക്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? ഇസഡ് ഈക്വൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന. സി ഇസ് ദ ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ. ഏത് പ്ലെയിനിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനിലാണ്. അപ്പോൾ നമ്മൾ ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. നമുക്ക് ഇസഡിനെ 1 - x - y എന്ന് എഴുതാമല്ലോ. അപ്പം ഹിയർ ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ദെൻ എൻ ക്യാപ്പ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. ഇത് ലുക്കിംഗ് അപ്വേർഡ് ആണ്. അപ്പം മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. അപ്പം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 -1 വരും. ഇത് 0. അപ്പം -1 ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ഡോ ഇസഡ് ബൈ ഡോ വൈ എടുക്കുമ്പോഴത്തേക്ക് എന്താവും? ഇത് 2 0 ഇവിടുത്തെ എന്ത് വരും? -1 ജെ പ്ലസ് കെ. അപ്പം ഐ പ്ലസ് ജെ പ്ലസ് കെ. അപ്പം എൻ ക്യാപ്പ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ. അപ്പോൾ കേൾ എഫ് ഈക്വൽ ടു മൈനസ് വൈ ഐ മൈനസ് ഇസഡ് ജെ മൈനസ് എസ് കെ. അപ്പോൾ കേൾ എഫ് ഡോട്ട് എൻ ഈക്വൽ ടു ഇതേ ഡോട്ട് ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് വൈ മൈനസ് ഇസഡ് മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. നമുക്ക് ഇവിടുത്തെ ഇസഡിന് എന്ത് കൊടുക്കാം? 1 - x - y എന്ന് കൊടുക്കാം. അപ്പോൾ 1 - x - y - x. അപ്പോൾ ഇവിടെ എന്താവും? മൈനസ് വൈ പ്ലസ് വൈയും കൂടെ ക്യാൻസൽ ആവും. -1 വരും. എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ആയി എന്ത് കിട്ടി? -1. ദെൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എന്താ ഇവിടുത്തെ റീജിയൻ? R - 1 dA. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്
ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇവിടുത്തെ ട്രയാങ്കിൾ ആരാ എന്നൊക്കെ 2 ഡയമെൻഷനിലാകുമ്പോഴത്തേക്ക് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് എന്ത് വരും? 1 0 0 1 വരും. അപ്പം അതിൻ്റെ ലെങ്ത് എന്താ ഏരിയ എന്താ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് 1 എച്ച് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് 1 ഹൈറ്റ് എന്ന് പറയുന്നത് 1 വരെ. അപ്പം -1 ഇൻറ്റു 1/2 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. ഇത് മനസ്സിലായോ? അവിടുത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്തത്. അവിടുത്തെ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 1 0 0 1. 1 0 0 1 ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? 1 ഇത് 1 0 0 1. അപ്പം ഇതെന്താ ലെങ്ത് 1, ഈ ലെങ്ത് എന്താ 1. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 1 ഇൻറ്റു ഹൈറ്റ് 1. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. Next question, apply Stokes theorem to evaluate integral over cx plus y dx plus 2x minus y into dy plus y plus z dz, where c is the boundary of the triangle with the vertices 0 0 0 2 0 0 0 3 0. Here KLF equal to determinant I j k dou by dou x dou by dou y dou by dou z x plus y 2x minus y y plus z. That is equal to I into dou by dou y of y plus z and the y derivative 1 z into the 0 minus dou by dou z of this എന്താവും? ഇതിനകത്ത് z ഇല്ല, അപ്പോൾ ഡെറിവേറ്റീവ് 0 മൈനസ് j ഇൻറ്റു ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 0 മൈനസ് വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 0 പ്ലസ് k ഇൻറ്റു ഡോ ബൈ ഡോ ഇത് എന്താവും? 2 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് ആകുമ്പോൾ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു I പ്ലസ് k. ഓക്കെ, എൻ ക്യാപ്പ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ്. ഇവിടുത്തെ ബൗണ്ടറി ആരാന്ന് പറഞ്ഞാൽ സീസ് ദ ബൗണ്ടറി ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0 0 2 0 0 3 0 0 3 0. അപ്പം ഇതാണ് ട്രയാങ്കിൾ. അത് ഏത് പ്ലെയിനിലുള്ളത്? XY പ്ലെയിൻ. അപ്പോൾ അതിൻ്റെ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ വെക്ടർ ആരാ? കെ ക്യാപ്പ്. അപ്പോൾ KLF ഡോട്ട് എൻ എന്തിട്ടും I പ്ലസ് കെ ഡോട്ട് കെ ഈക്വൽ ടു 1. ദെൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ KLF ഡോട്ട് എൻ 1 DS. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറഞ്ഞാൽ ആരുടെ? ഏരിയ ഓഫ് ദ ട്രയാങ്കുലർ റീജിയൻ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇത് എത്ര ഉണ്ട്? ഇതിൻ്റെ ലെങ്ത് 3, ഹൈറ്റ് എത്ര ഉണ്ട്? 2. അപ്പം ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലൈ സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വെയർ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഐ പ്ലസ് 2xyj. സി ഈസ് ദ റെക്ടാങ്കിൾ ഇൻ ദ XY പ്ലെയിൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 x പ്ലസ് a ഈക്വൽ ടു a y പ്ലസ് x ഈക്വൽ ടു a y ഈക്വൽ ടു b. അപ്പം ഇവിടെ എന്താ പറയുന്നത്? സി ഈസ് ദ റെക്ടാങ്കിൾ ഇൻ ദ മറ്റേ ക്വസ്റ്റൻ അത് ട്രയാങ്കിൾ ഇൻ ദ XY പ്ലെയിൻ ആയിരുന്നു. ഇവിടെ റെക്ടാങ്കിൾ ഇൻ ദ XY പ്ലെയിന്. റെക്ടാങ്കിൾ ഇൻ ദ XY പ്ലെയിൻ ആകുമ്പം അതിൻ്റെ എൻ ക്യാപ്പ് എന്ത് വരും? കെ വരും. KLF എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് I j k ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ z എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 2xy 0. അതിൻ്റെ ഡിറ്റർമിനന്റ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4yk. Then KLF dot n cap equal to 4yk dot k, that is equal to 4y. Then integral over cf dot dr equal to double integral over r 4y dA, that is equal to 4 into d എന്ന് പറഞ്ഞാൽ ഇവിടെ x ഉണ്ട് 0 to a y 0 to b. അപ്പോൾ integral 0 to a integral 0 to b dy dy dx, that is 4 into integral 0 to a wide integral y square by 2 0 to b dx 4 into b square by 2 x into the integral dx എന്ത് വരും? x limit 0 to a, substituting we get 2ab square. Okay, next use Stokes theorem to evaluate integral over cf dot dr where f equal to x z I plus 4x square y square j plus yx k, where c is the rectangle 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 1 in the plane z equal to y. ഇവിടെ ഏത് പ്ലെയിനാണ് നിൽക്കുന്നത്? z ഈക്വൽ ടു വൈ. z ഈക്വൽ ടു വൈ ആണെങ്കിൽ എൻ ക്യാപ്പ് ഫൈൻഡ് ചെയ്യുന്നത് എന്താ? z ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഫോം എടുക്കണം. അപ്പോൾ എൻ ക്യാപ്പ് ഈക്വൽ ടു ഡോ z ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ z ബൈ ഡോ വൈ ജെ മൈനസ് കെ. അപ്പോൾ എന്താവും? z ഈക്വൽ ടു വൈ ആണെങ്കിൽ ഇതിന് വിത്ത് റെസ്പെക്ട് ടു z വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പം 0i പ്ലസ് ജെ മൈനസ് കെ. ഇനി എഫ് ഉണ്ട്. എഫിൽ നിന്ന് ആരെ ഫൈൻഡ് ചെയ്യണം? KLF ഈക്വൽ ഡിറ്റർമിനന്റ് I j k ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ z എക്സ് z 4x സ്ക്വയർ വൈ സ്ക്വയർ ബൈ എക്സ് അറിയാലോ. അപ്പോൾ i ഇൻറ്റു ഇതിൻ്റെ അത് എക്സ് വരും, ഇത് 0 ആവും, മൈനസ് ജെ ഇൻറ്റു ഇത് y വരും, ഇത് എക്സ് വരും, പ്ലസ് കെ ഇൻറ്റു ഇത് 4 ഇൻറ്റു 2x വൈ സ്ക്വയർ ഇത് 0. അപ്പോൾ എന്നിട്ട് എക്സ് ഐ മൈനസ് വൈ എക്സ് ജെ പ്ലസ് 8x വൈ സ്ക്വയർ കെ. Then KLF dot n cap equal to xi minus y minus x into j plus 8x square
8x² k ഡോട്ട് 0i പ്ലസ് j മൈനസ് k ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പം x മൈനസ് വൈ മൈനസ് 8xy² എന്നിട്ട് അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് മൈനസ് വൈ മൈനസ് 8xy² ഡി ദാറ്റ് ഇസ് ഇക്വൽ ടു ഇവിടെ റെക്ടാങ്കിളുടെ 0 to 1 0 to 3 അപ്പോൾ 0 to 1 0 to 3 x മൈനസ് വൈ മൈനസ് 8xy² dy dx വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സിൻ്റെത് xy മൈനസ് വൈയുടേത് y² മൈനസ് 8 ഇൻറ്റു y²ൻ്റെത് y³ ലിമിറ്റ് 0 to 3 ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 3 ഇൻറ്റു എക്സിൻ്റെത് x² മൈനസ് 9/2 ഇൻറ്റു എക്സ് മൈനസ് 72 എക്സിൻ്റെത് x²2 ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി -39. അപ്പം സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് എഫ് എഴുതുക, എഫിൽ നിന്ന് കേൾ എഫ് എഴുതുക, പിന്നെ അതിൻ്റെ യൂണിറ്റ് നോർമൽ വെക്ടർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിച്ച കേസിനകത്ത് ട്രയാങ്കിളും റെക്റ്റാങ്കിളും വരുന്നതാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, താങ്ക്സ്. സർക്കിളും ചെയ്തായിരുന്നേ. ഓക്കെ.